ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. കേരളത്തിൽ അതിശക്തമായ UDF അനുകൂല വികാരമുണ്ട് എന്നുള്ളത് പല ഘട്ടങ്ങളിലായി ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. UDF ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടും പോവുകയാണ്. മറ്റ് കാലങ്ങളിൽ കാണാത്ത വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയങ്ങളും അതുപോലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. യുവജന പ്രാതിനിധ്യം നിർബന്ധമായി വേണമെന്നുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ്. പാർട്ടി പല സ്ഥലത്തും അത് മുഖവിലയ്ക്ക് എടുത്തിട്ടുമുണ്ട്. പക്ഷേ 2010 യുവജന പ്രാതിനിധ്യത്തിൻ്റെ അത്രയും പ്രാതിനിധ്യം ഈ തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. 2010 കേരളത്തിലെ 50% സീറ്റുകളിൽ യുവജന പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയതുകൊണ്ടാണ് 2010 വലിയ വിജയം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലുണ്ടായത്. യുവജന പ്രാതിനിധ്യം പല ഘട്ടത്തിലും പലയിടത്തും വരുന്നുണ്ട്. ഇല്ല എന്നൊന്നും പൂർണ്ണമായി തള്ളിക്കളഞ്ഞെന്നോ പൂർണ്ണമായിട്ടില്ല എന്നോ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ യുവജന പ്രാതിനിധ്യം എന്നുള്ളത് കേവലം തോൽക്കുന്ന സീറ്റുകളിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ആകരുത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. പാർട്ടി ഇനി വരും ദിവസങ്ങളിലും അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പാർട്ടി അത് വളരെ സീരിയസ് ആയി പരിഗണിക്കുന്നുണ്ട്. അത് എല്ലാ ജില്ലകളിലും, ഈ ജില്ലയിൽ ഉൾപ്പെടെ കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും ഉൾപ്പെടെ അത് ഉറപ്പുവരുത്താൻ പാർട്ടി തയ്യാറാകണമെന്നുള്ളതാണ്. അല്ല, എല്ലായിടത്തും കോർ കമ്മിറ്റികളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളുണ്ട്. ഇപ്പോൾ ജില്ലാ കോർ കമ്മിറ്റികളിലൊക്കെ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള ആളുകളുണ്ട്. നിയോജക മണ്ഡലം കോർ കമ്മിറ്റികളിൽ സംസ്ഥാന ഭാരവാഹികളുണ്ട്. മണ്ഡലം കോർ കമ്മിറ്റികളിൽ ജില്ലാ ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതാത് കോർ കമ്മിറ്റികളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സീറ്റുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതാത് തലങ്ങളിൽ അവർ വിഷയങ്ങൾ ഉന്നയിക്കും. ആ വിഷയങ്ങൾ ഇനി ഏതെങ്കിലും തർക്കമുണ്ടാകുന്ന പക്ഷം അത് ജില്ലകളിൽ പരിഗണിക്കും. ഇനി ജില്ലയിൽ തർക്കമുണ്ടാകുന്ന പക്ഷം സംസ്ഥാന തലത്തിൽ തന്നെ ഇടപെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ സീറ്റുകളുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. വരുമ്പോൾ മാത്രമാണ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഞങ്ങളുടെ ആവശ്യം 2010 തന്നെ 50% എങ്കിലും യുവാക്കളുടേതായ ഒരു പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് പറ്റാവുന്നിടത്തൊക്കെ പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് നേതൃത്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെയില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തോൽക്കുന്ന സീറ്റുകൾ മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഏതൊരു യുവാവ് തോൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഒരു സീറ്റും അങ്ങനെ പൂർണ്ണമായി തോൽക്കുന്ന സീറ്റൊന്നുമല്ല. നെഗറ്റീവായ സീറ്റുകളിൽ ഞങ്ങളെ പരിഗണിച്ചാൽ ഞങ്ങളുടേതായ പ്രവർത്തനം കൊണ്ട്, യുവ പ്രാതിനിധ്യം കൊണ്ട്, യുവാക്കളുടേതായ ഒരു വലിയ പ്രവർത്തനം കൊണ്ട് അത് ജയിച്ചു വരാനുള്ള സാഹചര്യമുണ്ട്. തോൽക്കുന്ന സീറ്റുകൾ പരിഗണിച്ചാലും കുഴപ്പമില്ല. തോൽക്കുമെന്ന് പാർട്ടിക്ക് അത്ര ഉറപ്പുള്ള സീറ്റുകളിൽ യുവ പ്രാതിനിധ്യം കൊടുത്താലും ഞങ്ങളാരും തർക്കമൊന്നും പറയില്ല. പക്ഷേ അവിടങ്ങളിൽ മാത്രം പരിഗണിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള നെഗറ്റീവായ ഇപ്പോൾ കാലാകാലങ്ങളായി തോൽക്കുന്ന മാത്രം സീറ്റുകളിൽ പരിഗണിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അവിടെ പരിഗണിച്ചു എന്നോർത്ത് യാതൊരു കുഴപ്പമില്ല. അവിടെയും ഞങ്ങൾ മത്സരിക്കും, ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും. പല അട്ടിമറികളും യുവാക്കൾ വരുമ്പോൾ പല അട്ടിമറികളും ഉണ്ടാകാറുണ്ട്. അങ്ങനെ അട്ടിമറികൾക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.